ഹലോ മുത്തുമണി. അതെ, രാവിലെ ഞങ്ങൾ രണ്ടുപേരും കൂടെ വീണ്ടും ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് നമ്മളൊരു സ്ഥലം വരെ പോകാൻ വേണ്ടി. നമ്മൾ ആദ്യം പോകുന്ന റിച്ചാർഡ് മാമൻ്റെ അടുത്തേക്കാണ്. അവിടെ നിന്ന് നമ്മളെങ്ങോട്ട് പോകും അത് സസ്പെൻസ്. നിങ്ങൾക്ക് തമിഴിൽ നിന്ന് മനസ്സിലായി കാണും. നോക്കട്ടെ, ഇത് ചേട്ടൻ്റെ ടീഷർട്ട് തന്നെയാണ്. ഇത് എൻ്റെ ടീഷർട്ട് തന്നെയാണ്. ഭായ് കൂടെ ഉണ്ട്. ഇതാണ് നമ്മുടെ കാറിൻ്റെ കെയർ ടേക്കർ ഗണേഷ് ഭായ്. നമസ്തേ. അപ്പോൾ നമ്മളിതാ നിങ്ങൾ ഇത് കണ്ടോ, നമ്മൾ ആന്ധ്രയിലേക്ക് പോവുകയാണ് ഗൈസ്. ആദ്യം റിച്ചാർഡ് മാമൻ, പിന്നെ അവിടുന്ന് ആന്ധ്ര. യെസ്, നമ്മുടെ ചുണക്കുട്ടൻ കിടക്കുന്ന കണ്ടോ. അപ്പോൾ കാണാം. നമ്മൾ വണ്ടി കൊണ്ട് ഇറങ്ങി ഗൈസ്. നോക്കൂ, ഒത്തിരി നാളിന് ശേഷമാണ് നമ്മൾ വണ്ടിയും കൊണ്ടിട്ട് ഇറങ്ങുന്നത്. ഒത്തിരി, എനിക്കൊരു 2 ആഴ്ചയോളമായി. ഇടയ്ക്ക് ഞങ്ങൾക്ക് അറിയത്തില്ല അന്ന് കീഴോ കിഴക്കോ. റിച്ചാർഡാ കഴിഞ്ഞിട്ട് നമ്മളോട് പറഞ്ഞ വണ്ടി നിങ്ങൾ റോഡിൽ നിന്ന് അനക്കിയിടണം, അല്ല പാർക്കിംഗ് ആടുന്ന് അനക്കിയിടണം. അനക്കിയിട്ടില്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്തിട്ടാൽ മാത്രമേ, അനക്കിയിട്ടില്ലെങ്കിൽ പണി കിട്ടുമെന്ന്. അതെ, ഞങ്ങൾക്ക് ഈ കീഴോ കിഴക്കോ ഒന്നും അറിയത്തില്ലായിരുന്നല്ലോ. നമ്മളത് ബാംഗ്ലൂർ ട്രാഫിക്കിൽ ആണ്. പക്ഷെ ഇത് ട്രാഫിക് എന്ന് പറയാൻ പറ്റില്ല, ഇത് സിഗ്നലാണ്. അതെ ഗൈസ്, നമ്മൾ സിഗ്നലിലാണ് ഇപ്പോൾ. ഗൈസ്, ആ വണ്ടി കണ്ടോ ഗൈസ്? അത് കണ്ടോ? നിങ്ങൾ ആ കാഴ്ച കാണുന്നുണ്ടോ? ഫ്രീ ലെഫ്റ്റ് അല്ലേ? അയ്യോ, എന്റെ കാഴ്ച മറിച്ചു. അതാവും. അതാ നമ്മൾ വീണ്ടും എത്തിയിരിക്കുന്നു ഗൈസ്. നമ്മളുടെ 10 കുട്ടി ഇതാ പോകുന്നു. ബാക്കിൽ ഫ്ലാസ്ക് ഇടുന്ന അടി അടി തന്നെ ഗൈസ്. അത് പോകുന്നു ഗൈസ്. കണ്ടോ ഗൈസ്? കണ്ടോ? അതാ അവൾ പോകുകയാണ്. ഓ ഗോഡ്. ഇപ്പൊ നിങ്ങൾ വിചാരിക്കോ ഈ കാറ് കാണിക്കാനാണോ രണ്ടും കൂടെ രാവിലെ ഇറങ്ങിയതെന്ന്? അല്ല ഗൈസ്, അല്ല. ആന്ധ്രയ്ക്ക് പോവുകയാണ് ഗൈസ്. ആന്ധ്രാപ്രദേശിലേക്കുള്ള യാത്രയ്ക്കിടയിൽ കാവ്യം വിഷ്ണു അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ നമ്മുടെ റിച്ചാർഡ് മാമിനെ നമ്മൾ കൂടെ കൂട്ടുന്നതാണ് ഗൈസ്. അത് റിച്ചാർഡ് അഷ്ടമുടിയെ നമ്മൾ വണ്ടിയിലിട്ട് കൊണ്ടുപോകും. അല്ല, കൊണ്ടുപോയില്ല. അങ്ങനല്ലേ, ഈയിടെയായിട്ട് ലൈവിൽ തന്നെയാണ് പറയണത്. അതല്ല അവന്റെ സ്വന്തം താല്പര്യപ്രകാരം ഞങ്ങളുടെ ഒപ്പം വരുന്നതാണ്. ഞങ്ങൾ ആരെയും തട്ടിക്കൊണ്ട് പോകുന്നില്ല. ഇല്ല, പോകണില്ല. അയ്യോ, രാവിലെ എണീച്ച കോലമാണ്. കണ്ടില്ലേ, എന്റെ മുടിയൊക്കെ എങ്ങനെ ഇരിക്കുന്നത് കണ്ടോ? നമ്മുടെ നാണൻകുടിക്ക് മാമൻ എത്തിക്കഴിഞ്ഞു. നമ്മളിവിടെ എത്തിക്കഴിഞ്ഞു. അടുത്ത ക്യാമറ വന്നത് നാണൻകുടി മാമന്റെ കയ്യിലേക്ക് ഏൽപ്പിക്കുന്നു. നാണൻകുടിക്ക് മാമനാണ് ഇന്നത്തെ ക്യാമറമാൻ. ഞാനല്ല, ഞാൻ ഷൂട്ട് ചെയ്യാം. എന്ത് ഷൂട്ട്? ഇത് കഴിഞ്ഞു. നമ്മളെ സിഗ്നലിലെത്തി, അമ്പലം എത്തിയിട്ടുണ്ട്. അതാ ഗൈസ്, നമ്മൾ ഹൈവേയിലേക്ക് കയറിയിരിക്കുന്നു ഗൈസ്. ലെഫ്റ്റില് അല്ല റൈറ്റില് റിച്ചാർഡ് മാമൻ, ലെഫ്റ്റില് നമ്മളുടെ അണ്ണൻ ഇരിക്കുന്നു. കാണുന്നില്ലേ? അങ്ങനെ ഹൈവേയിൽ പിടിച്ചു കഴിഞ്ഞു. നമ്മളിത് ആന്ധ്രാപ്രദേശിലേക്ക് പോകുന്ന ബൈക്കർ ചേട്ടൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് കാണുന്നില്ല. ഈ ചേട്ടനെ കണ്ടോ? ചേട്ടൻ ഇത് തിരിച്ചു വെച്ചേക്കോ? സുന്ദരനും സുമുഖനുമായ യൂട്യൂബിൽ റിട്ടയർ എന്ന് പറിച്ചാണ്. എന്നെ കാണിക്കാൻ സാധനം ചൂട്ടി അറിഞ്ഞൂടെ? പറ്റൂല. സുന്ദരനം അടുത്ത ട്രിപ്പിനെ വരത്തില്ല. ഞാൻ ബൈക്കിലെ പോകത്തുള്ളൂ. എന്റെ 250cc അവിടെ ഇരിക്കുക. നിന്നെ കൊണ്ടേ പോകുള്ളൂ. ഞാൻ അതിനകത്ത് ചിക്ക്മാംഗ്ലൂർ പോകുന്നു. ഞാൻ സോളോ ട്രിപ്പ് ഞാൻ വരാം. വേണ്ട, നിങ്ങൾക്ക് ഒന്നും ഒരു കംഫർട്ടും കിട്ടത്തില്ല. അങ്ങനെയല്ല, ഞാൻ എടുത്ത് അനത്തത്തേ ഉള്ളു. ഞാൻ ഇങ്ങനൊന്നും പമ്മി പോകുന്നതല്ല. ഇത് ഈ വഴിയിലൂടെയാണ് നമ്മള് ചിഞ്ചു മോൾ വന്നിട്ട് ടോൾ വെട്ടിച്ച് മറ്റൊരു റോഡേ കൂടി കൊണ്ടുപോകും. ഞങ്ങൾക്ക് ടോൾ കൊടുക്കാൻ വേണ്ടി ഞങ്ങൾ ടോളൊക്കെ ചാർജ് ചെയ്താണ് വന്നത്. ചിഞ്ചു മോൾ വേറെ രീതിയിലാണ് ഗൈസ്. നമ്മൾ അങ്ങനെ ചിഞ്ചു മോൾ ടോൾ ഓഫ് ചെയ്തിട്ടുകൊണ്ടാണ് നമ്മൾ ഈ വഴിയെ കൊണ്ടുവന്നിരിക്കുന്നത്. സോ പച്ചപ്പും ഹരിതാപയും ഊഷ്മളതയും കണ്ടാണ് നമ്മൾ പോകുന്നത്. ഇപ്പോൾ നമ്മുടെ റിച്ചാർഡ് അണ്ണന്റെ നമ്മുടെ തീരുമാനം എന്ന് വെച്ചാൽ ആസ് എ ഫാമിലി നമ്മൾ ഇവിടെ ഒരു വീടൊക്കെ വാങ്ങി കുറച്ച് കൃഷിയൊക്കെ ചെയ്ത് സെറ്റ് ആവാനാണ് പ്ലാന്. ഫാമിലി. അതിനിടയ്ക്ക് എന്നെ ഏതൊക്കെ ലൈവിലുള്ള ആരൊക്കെ ഗേ എന്നൊക്കെ പറഞ്ഞു. ഞാൻ ഗേ അല്ല ഗൈസ്, ഞാൻ റിച്ചാർഡും ഗേ അല്ല, ഞങ്ങൾ സ്ട്രൈറ്റ് ആണ് ഗൈസ്. സ്ട്രൈറ്റ് ശരിക്കും. റിച്ചാർഡ്, നീ സ്ട്രൈറ്റ് ആണോ ഗേ ആണോടാ? ബൈക്കിൽ പോകുമ്പോൾ നല്ല റൂട്ടാണ് ബ്രോ. ഇവിടെ ഒരു ദിവസം ബൈക്കും കൊണ്ട് വരാം. നീ എന്നെ വിളിക്കണേ, രാമ ഒരു വീഡിയോ എടുക്കും, നമുക്ക് വരാം. ഞാൻ കാര്യമായിട്ടോ ഹെൽമെറ്റ് ഇരിക്കല്ലോ വീട്ടില്.
പക്ഷെ രാമൻ ഇടയ്ക്ക് പിടിച്ചിരുത്താൻ ഇരുത്തി കൊടുത്താൽ മതി കേട്ടോ. അയ്യോ അതിനകത്ത് സ്ഥലമില്ല. സ്ഥലമില്ല സത്യമാണ്. ഓ എനിക്ക് അത് മാത്രം സ്ഥലമൊന്നും വേണ്ട. എന്നാ ടാങ്കിന്റെ മണലോട്ടാണ് ഇരുത്താം. അതാ നല്ലത്. ആ ചോദിച്ചാ മൂത്ത മോളാന്ന് പറഞ്ഞാൽ മതി. എന്നോട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് കാവ്യന്റെ മോളാണ്. പ്രത്യേകിച്ച് ഞാൻ ഈ കയ്യിലേക്ക് കൊടുത്ത് നടക്കത്തില്ലയോ അപ്പോഴേ അങ്ങനെ നമ്മുടെ അതാണോ ഷൂട്ട് ചെയ്യുന്നത്? നമ്മളെയാണ് ഷൂട്ട് ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ റിച്ചാർഡിന്റെ നാണം കുറച്ച് മാറിയിരിക്കുകയാണ്. മെയിൻ റോഡ് ഷൂട്ട് ചെയ്യല്ലേ? മെയിൻ റോഡ് ഞാൻ ഇടയ്ക്കൊന്ന് മാറ്റും. ഏത് മൂഡ്? ബോളി മൂഡ്. ഏത് മൂഡ്? പൊളി മൂഡ്. ഏത് മൂഡ്? ഒരു കാര്യമുണ്ടോ, കയ്യിൽ കാശുണ്ടെങ്കിലുണ്ടല്ലോ ഇതൊരു പീസ്ഫുൾ ആയിട്ടുള്ള ഏരിയ ആണ്. പീസ്ഫുൾ ആണ് കണ്ടിട്ട്, നല്ല പീസ്ഫുൾ ആയിട്ട് തോന്നുന്നു. കാരണം നമുക്ക് വലിയ തലവേദനകളില്ല. ഇതോ കാട്ടിലാണെന്ന് തോന്നുന്നു. കാടെന്നല്ല, ഇത് ഹൈവേയാ. NH 44 അല്ലേ ഇത്? അപ്പൊ ഇതൊക്കെയോ? അതൊക്കെ കാടല്ലേ കാണുന്നത്? അത് സൈഡില് പച്ചപ്പ് ഹരിത. എടാ ഇവിടെ ബാംഗ്ലൂർ വരൾച്ച അറിയോ? കർണാടകയില് ഞാനതാ പറയാൻ വന്നേ. അയ്യോ എവിടെ വരൾച്ച എന്ന് പറഞ്ഞാ പാറക്കൂട്ടം. അവിടെ നമ്മൾ എടുക്കാം കാട്ടാ. നമ്മൾ ആയി നോക്കി എടുക്കാതെ. പക്ഷെ വണ്ടി ഓവർടേക്ക് ചെയ്യുമ്പോൾ ചെറിയ ലാഗ് വരും. അത് AMD ഒരു പ്രശ്നമാണ്. അത്ര തന്നെ ആവശ്യമൊന്നുമില്ല. സാധനം കിട്ടിയാ പോരെ, നമ്മളെടുത്ത് തരും. രണ്ട് ലോറിക്കാരൻ മാഗ്നേറ്റുകാരനെ കയറ്റി വിടുന്നില്ല. അതേപോലെ എടുക്കാൻ പറ്റുമോ നായരെ? വെട്ടിച്ചെട്. അത്രയ്ക്ക് ഒരു കഴപ്പ് എനിക്കില്ല. എടുക്കണം കയറ്റിപ്പോ, അല്ലെങ്കിൽ പുറകെ പോണ്ടി വരും. വെട്ടിക്കയറ്റി ബൊഴി പിന്നെ ഒരു 90. ഞാൻ പാടൊന്നും പാടുന്നില്ല. ഓ ബോണറ്റ് കാണരുതല്ലോ. നിങ്ങളെ സ്റ്റിക്കർ പൊട്ടിച്ചേക്കല്ലേ? ഞാനട്ടെല്ലാരും ഇവിടെ പല്ലിനു ശൗര്യം പണ്ടേ പോലെ വലിക്കുന്നില്ല. അവിടെ നിന്നെങ്കിൽ അവന്മാരെ കൂടെ കുടുങ്ങി പോരാ കേട്ടോ ലോറിയില്. ലേബാക്ഷ എത്താറായി. ഗോഡി പോട്ടെ അങ്ങനെ പോയിട്ട് രാമേ എങ്ങനെയുണ്ട് രാമേ നിന്റെ എക്സ്പീരിയൻസ് ഇതുവരെ സോഫാ? വേറൊരു ഡിഫറെന്റ് എക്സ്പീരിയൻസ് അല്ലേ? 3 ആഴ്ചയ്ക്ക് ശേഷം വണ്ടി എടുക്കുന്നത്. നിങ്ങൾ നോക്കിയേ, നമ്മളിപ്പോ ലേപാക്ഷിയിലേക്കുള്ള ഓൺ ദി വേയിലാണ്. ഈ മലയിടുക്കുകൾ നമ്മളെ അട്രാക്ട് ചെയ്യുന്നുണ്ട് ഗൈസ്. എന്നെ അട്രാക്ട് ചെയ്യുന്നുണ്ട് ഒരു ട്രക്കിങ്ങിന് പോകാനൊക്കെ ആയിട്ട്. ഇതോ എന്നെ അട്രാക്ട് ചെയ്യുന്നുണ്ട്. കാരണം എനിക്ക് പാറ തള്ളിയിരിക്കുന്ന മൗണ്ടൈൻസ് ഇഷ്ടമല്ല. എനിക്ക് പച്ചപ്പുള്ള നമ്മുടെ വയനാട്ടിലെ കണ്ടിട്ടില്ലേ ചെമ്പ്ര പീക്ക് ഉണ്ടല്ലോ. പക്ഷെ പ്രശ്നം എന്താ അറിയോ, അവിടെ നമുക്ക് മിസ്സാവാൻ ചാൻസസ് കൂടുതൽ. അറിയോ മിസ്സാവാനോ? അതായത് നമ്മൾ ഈ ഗാഡം പൂത്തു നിക്കണം. പച്ചപ്പും ഹരിതാപയും. നല്ല ചൂടുണ്ടോ? പുറത്ത് തണുപ്പാ. ഇവിടെ അതിനകത്താ ചൂടെന്ന് എനിക്ക് തോന്നുന്നത്. ഇപ്പൊ നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്ന ഇവിടെ സ്റ്റോണിന്റെ മൈനിങ് എന്ന് തോന്നണം. നമുക്ക് എന്താ സംഭവം കൃത്യമായിട്ട് അറിയില്ല. എന്തൊക്കെയായാലും കുറച്ച് കല്ലുകൾ വെട്ടുന്നുണ്ട്. ഇവിടെ ഈ ലോറിക്കാരന്മാരെ ഭയങ്കര ബുദ്ധി. കാരണം ഇവിടെ എന്ന് പറയാൻ നമുക്ക് കൊണ്ട് സാധനങ്ങൾ കൊണ്ടുവരുന്ന ലോറിക്കാർ തന്നെയാണ്. അവന്മാർ സൈഡ് തരത്തില്ല. മറ്റേ ലെഫ്റ്റോ റൈറ്റോ ഇൻഡിക്കേറ്റർ ഇടാണ്ട് ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും കൊണ്ട് കയറ്റി തരും. സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ട. ബാക്കിൽ നിന്ന് അങ്ങനെ ആരൊക്കെ വരുന്നുണ്ട്. ഒരു മൈക്ക് അത്യാവശ്യമാണ് ഗൈസ്. നിങ്ങൾ ഞങ്ങളുടെ വീഡിയോസ് കൊണ്ട് സപ്പോർട്ട് ചെയ്യും ഗൈസ്. അപ്പോഴേ നമുക്കൊരു മൈക്ക് വാങ്ങാൻ കാശാത്തുള്ളൂ. നല്ലൊരു മൈക്ക് വാങ്ങാൻ 10-20,000 രൂപയാകും. ഇപ്പൊ ബെഞ്ചിലേക്ക് മാറിയതിനു ശേഷം അതൊന്നും നടപടിയാവുന്നില്ല ഗൈസ്.
സപ്പോർട്ട് ചെയ്യൂ. ബെഞ്ചിൽ പോയാലും അറിഞ്ഞു. ഞാൻ എല്ലാവരോടും പറഞ്ഞത്, കാരണം നമ്മളെ ഈ കള്ളം പറയുന്നേക്കാൾ നല്ലതുണ്ടല്ലോ. എനിക്ക് സത്യം പറയാതിരിക്കുന്നത്. സത്യം പറയുക, സത്യം പറയാതിരിക്കുന്നത്. പോരാട്ടെ ഗൈസ്. അണ്ണൻ്റെ ഡ്രൈവിങ് നിങ്ങൾ കഴിഞ്ഞ തവണ കുറച്ച് പേര് ഫീഡ്ബാക്ക് തന്നായിരുന്നു, റൈറ്റ് ലൈനിൽ കയറി പോകരുതെന്ന്. സോ ഞാൻ കഴിയുന്നതും സെൻട്രൽ ലൈൻ അല്ലെങ്കിൽ ലെഫ്റ്റ് ലൈന് അങ്ങനെയൊക്കെ പിടിച്ച് പോകുന്നത് ഗൈസ്. സ്നേഹമാണ് എനിക്ക് നിങ്ങളെല്ലാം. ഡൊട്ട പൈല കുക്കി. എന്ത് രസമുള്ള കാഴ്ചയല്ലേ. പക്ഷെ പച്ചപ്പ ഹരിതാബായി കൊണ്ടു കേട്ടോ ഗൈസ്. നിങ്ങൾ നോക്കൂ, 2 ലോറികളുടെ ഇടയിൽ കാറുകളൊക്കെ 2 ലോറികൾ അവർ പാരലായിട്ട് പോയിക്കൊണ്ടിരിക്കുക. ഒരുത്തനും മാറുന്നില്ല. ബ്ലോക്കായി നോക്കിയിട്ട് ഇവിടെ ഒരുത്തനും മാറുന്നില്ലടാ. കുറച്ചേരം ഇങ്ങനെ പോകുമ്പോ ഫോൺ വണ്ടി തുടങ്ങും. ഇതേത് വണ്ടികൾ കൊണ്ടുപോകേണ്ടിയാണോ ഗൈസ്? അത് കണ്ടോ ഗൈസ്, കുറെ പേര് ഒരുമിച്ച് യാത്ര ചെയ്യുന്നത് കണ്ടോ? നമുക്ക് ഇതുപോലൊരു വണ്ടി വാങ്ങിക്കണം. എന്നിട്ട് നമ്മളുടെ ഫാമിലി മെമ്പേഴ്സിനെ എല്ലാം കൂടി, നമ്മുടെ യൂട്യൂബ് ഫാം എല്ലാവരെയും കൂടി ഇതുപോലെ വണ്ടിയിലിട്ട് കൊണ്ടുപോകാം. ആരും പറയലാണ് രാമേ. യൂട്യൂബ് ഒരു പിക്കപ്പ് എടുത്തിട്ട് പിക്കപ്പിലോട്ട് കൊണ്ടുപോകാം. അല്ലേ, നമ്മുടെ പാന്തർ, ഇബ്രൂട്ടൻ, കേരള, എല്ലാരും കേരള വണ്ടിയില് നമുക്ക് പോകാടാ. കശ്യപ് എല്ലാത്തിനും കൂടി കയറ്റി കൊണ്ടുപോവാം. എങ്ങനെയുണ്ട്? ക്ലിന്റ്, മിസ്റ്ററി എല്ലാം, മോഡറേറ്റർമാരെ എല്ലാം ആദ്യം കയറ്റാം. എന്നിട്ട് ബാക്കിയുള്ളവരെ എല്ലാം കയറ്റി കൊണ്ടുപോവാം. അവന്മാരെ പറയും, ഒരു കാര്യം ചേച്ചി, ഇത്രയും ദാരിദ്ര്യം നിങ്ങൾ കാണിക്കണ്ട, ഞങ്ങൾ സ്വന്തം വണ്ടിയിൽ നിങ്ങൾ കൂടെ വന്നോളാം. നല്ല രസമല്ലേ? നല്ല രസമല്ലേ? എല്ലാരും കയറ്റി കൊണ്ടുപോകാം. ഭാരത് ബെഞ്ചാരം വരുന്നു. എന്തുകൊണ്ട് മരത്തില്ലല്ലോ? ബാക്കി എല്ലാരും ബാക്കില്. അപ്പൊ ഞാൻ ഇവിടെ ഇരിക്കും. നീ മേളിക്കല്ലോ, എന്റെ മേളില് പറഞ്ഞു. ലാസ്റ്റ് പറഞ്ഞു നമുക്ക് എന്താ പറയാ, ഫ്ലാഗ് പോലെ. ക്രേസി ഫാമിലിയുടെ ക്രേസി പിടിച്ച സാധനം. റിച്ചാർഡ് എന്നോട് രാവിലെ രാമ പറയാണ്, ചേട്ടൻ വണ്ടി ഓടിക്കുക, റിച്ചാർഡ് വണ്ടി ഓടിക്കുക, എനിക്ക് ബാക്കി കിടന്ന് ഉറങ്ങാലോ, കുഴപ്പമില്ലാന്ന്. ആളെ വളരെ ഞാൻ നിങ്ങൾ എന്നെ വണ്ടി ഓടിക്കുന്നത് ചെറിയ രാമു ഈ റോഡിൽ തന്നെ ഓടിക്കണോടെ. ഞാൻ ഓക്കെയാ, ഞാൻ ഒറ്റ എവിടെ വിടും. പറയുന്നില്ലടാ, ഇത് കേട്ടല്ലോടാ നീ. ഒറ്റ വിടലായിരിക്കും. ഉണ്ടായിനകത്ത് കയറിയിരിക്കും. കണ്ണു തുറന്ന് നോക്കാം. കണ്ടില്ലേ? ഇപ്പൊ കണ്ണ് തുറക്കാതെ നോക്കിയത് ആ രാമുന് വിശന്ന് രാമു ഞങ്ങളെ തന്തയ്ക്ക് തള്ളയ്ക്ക് വിളിക്കുന്നുണ്ട്. ഇവിടെ എന്തോ വിൽക്കുന്നുണ്ട്. ചീനിയാണോ? അല്ല ഗൈസ്, രാമു വിശന്നിട്ട് നമ്മളെ തന്തയ്ക്ക് തള്ളയ്ക്ക് വിളിക്കുന്നുണ്ട്. പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റില്ല, കാരണം ഈ ഹൈവേയിൽ ഇനി 43 മിനിറ്റോളം ഉണ്ട്. ജിയോ BP ഉണ്ടായിരുന്നു, അത് വേണേ വല്ല ബിസ്ക്കറ്റ് കാണും. KFC ഉണ്ടായിരുന്നു. അയ്യോ, സ്റ്റാർബക്സ്, ബർഗർ, അജ്വാൻ. നീ വീടിന്റെ ആധാരം കൊടുത്തിട്ടുണ്ടോ? KFC കയറുന്നതിന് വീടിന്റെ ആധാരം വേണം. കഴിഞ്ഞ ഇവൻ എന്നോട് പറഞ്ഞു, ഞങ്ങളുടെ മന്തി ഞാൻ KFC കൊള്ളില്ല. പക്ഷെ ഒരു കാര്യം പറയാ, വിശക്കുന്നോണ്ട് KFC കളി അവിടെ നിന്ന് വീട്ടിൽ പോയി കാണാറേ. ഞാൻ വീട്ടിൽ പോകൂ. അതിന് വീട്ടിൽ പോകുന്ന പറഞ്ഞത് 1 കിലോ ചിക്കൻ ഓർഡർ ചെയ്തിട്ട് അത്ര സ്നേഹമുള്ളൂടെ. അത്രേ ഉള്ളൂ. അതെന്ത് സംഭവം പോലും എനിക്കറിയില്ല. പക്ഷെ അതൊരു മലപ്പാറം, പാറമല, പാറമലയാ, പാറയുള്ള മല. പാറമല ഈ മൈൻഡ് നശിപ്പിക്കാറുന്ന മതി തോന്നുന്നു. ഇല്ലില്ല, ഇത്ര നാളായിട്ട് കൈ കൊടുത്തിട്ടില്ല. ഇല്ല, അതിന്റെ മൂട്ടിലൊക്കെ മാന്നിട്ടുണ്ട്. ഒരു 100 കൊല്ലം കഴിയുമ്പോ ഈർത്ത് എങ്ങനെ ഇരിക്കും ആലോചിക്കുവോ ഞാൻ. അത് നമ്മൾ അതുവരെയൊക്കെ ജീവനോട് ഉണ്ടാവൂടെ. ചേച്ചിനകത്ത് പോകുന്നേ നിങ്ങളുടെ യൂട്യൂബിൽ സബ്സ്ക്രൈബേഴ്സിനെ ഇട്ട് കൊണ്ടുപോവാം. സേഫ് എക്സ്പ്രസ് ഇവരുടായിപ്പാന്ന് ഞാൻ കേട്ടുള്ളത്. ഗൈസ്, അപ്പം നമ്മളിത് വണ്ടി ഓടിച്ച് തളർന്നത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഇപ്പം സമയം 9:39. ഇത് തമിഴ്നാട്, കർണാടക. അവിടെ ഏതോ അമ്പലത്തിന്റെ പണി നടക്കുന്നുണ്ട്. അമ്മ 1 സെറ്റ് പൂരി. അമ്മ പൂരിയല്ലേ? 2 സെറ്റ് പൂരി. അമ്മ വേറെ തരത്തില്ല അമ്മ. അമ്മ ഇഡ്ഡലി. അമ്മ ഒരു ഇഡ്ഡലി വരണം. അമ്മ 1 സെറ്റ് ഇഡ്ഡലി, 2 സെറ്റ് പൂരി. എനിക്കും റിച്ചുവിനും പൂരി, രാമുവിന് ഇഡ്ഡലി.
ഇതിൽ ഒരു പ്ലേറ്റ് അമ്മ അത്തേക്കാണോ അമ്മ ഉള്ളിരിക്കാൻ മുടിയുമോ അതാക്ക് ഗൈസ് ഇതാണ് നമ്മുടെ പൂരി നല്ല ചൂട് പൂരി റിച്ചാർഡ് മാമൻ രാമുദേ കൈ കഴുകാൻ പോകുന്നു പതിവില്ലാത്ത ശീലങ്ങളാണ് ആ വിശന്ന് തളർന്ന രാമുവിൻ്റെ ആഹാരത്തോട് രാമു പറയൂ മുത്തേ കറിയുന്നുണ്ടല്ലേ അറിയില്ല അമ്മ ഒന്ന് ഒരു പീസ് ഒരു പീസ് എങ്കമ്മ വാ ഇങ്ങനെ കഴിച്ചു നോക്കിയിട്ട് കൊള്ളാൻ എടുക്കാം ഓക്കെ ഗൈസ് രാമു ചില്ലി ബജിയാണ് തണുത്തുപോയി മാക്കെന്ന് കഴിക്കുന്ന കണ്ട സാമ്പാർ കുളിപ്പോ എങ്ങനെയുണ്ട് ഒന്നും ഇവിടെ കിട്ടത്തില്ല നല്ല കണ്ടതൊക്കെ നിർത്താതെ സ്കിപ്പ് ചെയ്ത് വന്നില്ലേ സൂപ്പറാണോ ഗൈസ് അപ്പോൾ നമ്മൾ കാണുന്നത് വിൻഡ് ടണലിന്റെ ടർബൈൻസ് ആണ്. നാട്ടിൽ ആരൊക്കെ ഇടയ്ക്ക് ഫോട്ടോസ് ഒക്കെ ഇട്ട് ഇത് എന്താന്ന് ചോദിച്ചു. അത് വിൻഡ് ടണലിന്റെ ടർബൈൻസ് ആണ്. വിൻഡ് ടണൽ ആണോ കാറ്റാടി യന്ത്രം. വിൻഡ് ടണൽ വിൻഡ് മിൽ. ആ വിൻഡ് മിൽ അതെ. വെൽക്കം ടു ലൈവാക്ഷേത്ര. Continue on National Highway 544E for 14 kilometers. നീ ക്യാമറ ഓൺ വീഡിയോ ഓൺ ആയിരുന്നു നീ എടുക്കുന്ന സമയത്തൊക്കെ എന്റെ വിശ്വാസം ആണെന്നേ. ടൈമർ ഓൺ ആയിരുന്നു. ടൈമർ ഓൺ ഫോട്ടോ എടാ മേളത്തെ അത് കണ്ടില്ലേ ടൈമർ. ആ ഓക്കെ അത് ഹിന്ദുപുരം 16 കിലോമീറ്റർ. നീ ഓണല്ലടാ തൊട്ടായിരുന്നല്ലേ. നിങ്ങൾ നോക്കി അവിടെ കൃഷി ഇവിടെ മോസ്റ്റ്ലി കപ്പലണ്ടി പാടങ്ങളാന്ന് തോന്നുന്നു. നമ്മളെ ചുറ്റും കപ്പലണ്ടി പാടങ്ങളൊക്കെ നടക്കുക. ഈ റിച്ചാർഡ് അണ്ണ മുതൽ ഷൂട്ട് ചെയ്ത കണ്ടന്റ് പോലെ വന്നോന്ന് എനിക്ക് അറിയത്തില്ല. കാരണം അവൻ പലപ്പോഴും ക്യാമറ കുത്താൻ വേണ്ടി പറക്കുന്നുണ്ട്. പണ്ട് എനിക്കും തന്നെയായിരുന്നു അവസ്ഥ. കാരണം ഞാനും അരുണാചലിൽ പോയി ചില കുറെ വിഷ്വൽസ് എനിക്ക് മിസ്സായി. അരുണാചലില്ല മേഘാലയല്ലേ. കാരണം ക്യാമറ ഓൺ ചെയ്യാൻ വേണ്ടി മറന്നു പോകും. അത് ഓൺ ചെയ്ത് വെക്കും ക്യാമറ ഇടും പക്ഷെ കുത്താൻ മറന്നു പോകും. കപ്പലണ്ടി പാടങ്ങൾ കാണിച്ചു കൊടുക്കും. കാണിച്ചു നമ്മളിപ്പോ പോകുന്നത് ആന്ധ്രയുടെ അനന്തപൂർ ഡിസ്ട്രിക്ട് ആ സൈഡിലേക്കാണ് പോകുന്നത്. ലൈപാക്ഷി ഇവിടുന്ന് ഒരു 10 കിലോമീറ്റർ ഉള്ള 12 മിനിറ്റ്. ഈ ചുറ്റും പച്ചപ്പും ഹരിതാപം മാത്രമാണ്. ഈ ഇതിനൊരു മണ്ണിനെ അവർ കൃഷി ചെയ്യുന്നെങ്കിൽ അവരെ സമ്മതിച്ചേ പറ്റത്തുള്ളൂ. വണ്ടി ഇടത്തോട്ട് പോകുന്നു. സ്റ്റിയറിംഗ് കയ്യങ്ങ് എടുത്ത ആശാൻ. ചേച്ചി ഇച്ചിരി ഫുഡ് തരും. അവൻ അമ്പലത്തിലോട്ട് പോകാൻ തോന്നുന്നു. പട്ടി റോസ്റ്റ് ആണെന്ന് തോന്നുന്നു. 1000 വക അതിന് ഇടിച്ചിട്ട് നമുക്ക് വെളി കെട്ടിയിട്ടുണ്ട് പോവാം. എനിക്കറിയില്ല കാരണം അവിടെ കഥ ഈത്തപ്പഴം പോലെ എനിക്ക് ഫീൽ ചെയ്തു. പട കച്ചി ഉണ്ടോ? ആ പണ്ട് കച്ചിയില്ല കച്ചിയൊക്കെ ഔട്ട് ഓഫ് ഫാഷനായോ? കച്ചിയിൽ ഇവിടെ പണ്ട് ഞങ്ങളുടെ വീട്ടിലുണ്ടാകുന്ന നെല്ലിന്ന് ഒരു പാടം കൊയ്യുമ്പോ ഉണ്ടല്ലോ അതിന് കച്ചിയിൽ എടുക്കുമായിരുന്നു ഞങ്ങൾ. ഒരു പശുവിന് കൊടുക്കാൻ കേട്ടോ. പിന്നെ പാടം നികത്തി അവിടെ പണയാക്കിയപ്പോ എന്തോ ഇത് മാത്രമോ എന്റെ പേര് പറഞ്ഞല്ലോ. അയ്യോ എന്ത് സൂപ്പർ പ്ലേസസ് ഓടാ. നീ സത്യം റിച്ചു നീ സത്യം ഓടോ. നമ്മുടെ നാട്ടിലെ ഹൈവേസിനൊക്കെ പോലെ ഇത് ഭയങ്കര ആളൊഴിഞ്ഞ വളരെ ശാന്തമായ സ്ഥലമാണ്. നമ്മള് 7 ഞാൻ നിങ്ങൾ നിന്റെ വീടിന്റെ അവിടെ എത്തിയപ്പോ 7:30 മണി 7:45 തോയില്ലായോ. എന്നിട്ട് പോലും നമ്മൾ അറിയുന്നില്ല. ഞങ്ങളന്ന് വയനാട്ടിൽ പോയില്ലേ. അത് ഇതേപോലെ റോഡാ. അവൻ വെച്ച അതിനകത്തി ബൈക്കിലൊക്കെ. എന്നിട്ട് ഞങ്ങളായിരിക്കും പെട്ടെന്ന് എത്താൻ പറ്റുന്നതിന്റെ കാരണം എന്തോ ബാംഗ്ലൂർ കേറുമ്പോ തീരും എല്ലാം. അയ്യോ എടേ അത് തിരിച്ചു പോകുന്ന സമയത്തുണ്ടല്ലോ നമ്മൾ വൈകുന്നേരം എത്തുന്ന സമയത്ത് നമ്മൾ മിക്കവാറും രാത്രി ആയിരിക്കും എത്തുക. ആ സമയത്ത് ബാംഗ്ലൂർ ഭയങ്കര ട്രാഫിക്. നമ്മൾ വന്ന ഇതില്ലേ വഴി സ്കീമില്ല. കാരണം ബനസ്വാടിന്ന് നമ്മൾ ലെഫ്റ്റ് തിരിഞ്ഞ് വരുമായിരുന്നു. നമ്മൾ ആ ഹൈവേ ആ ഒരു ഫ്ലൈ ഓവർ ഉണ്ടല്ലോ അവിടെ മാത്രം എന്തെങ്കിലും വരുന്നെങ്കിലും ഉള്ളു എനിക്ക് തോന്നുന്നത്. നിങ്ങൾ അങ്ങോട്ട് പോകുമ്പോ പിന്നെയും കൊടുക്കും. നമ്മൾ എം ജി റോഡ് പോയി അല്ല സൂര്യ കയറുമ്പോ പോകും. നീ എം ജി റോഡ് വരില്ലേ വീട് വരെ എന്നെ എവിടെ വിട്ടാ പോരെ. വണ്ടി രാത്രി ഒന്ന് പാർക്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് ഇത്ര ഓടിക്കാറെങ്കിൽ പാർക്കിങ് തേങ്ങ എന്നെ അവിടെ അങ്ങനെ ഇറക്കി തിരിച്ചു പോയിട്ടില്ല. പിന്നെ ഭയങ്കര ടൈം എടുക്കും വീടാത്ത. നമുക്ക് കളിയെ കണ്ടിട്ട് പോകാൻ മുത്തേ. ഗൈസ് നമ്മൾ ലൈപാക്ഷിയിലേക്ക് കയറി കഴിഞ്ഞു. വിജയനഗര സാമ്രാജ്യത്തിന്റെ ഒരു സെക്കൻഡ് ക്യാപിറ്റൽ എന്ന് അറിയപ്പെട്ടിരുന്നത്. അല്ലെങ്കിൽ ആ ഒരു യുദ്ധം തോറ്റതിന് ശേഷം 1500 മറ്റോ യുദ്ധം തോറ്റതിന് ശേഷം വന്നൊരു രണ്ടാമത്തെ ക്യാപിറ്റലാക്കി എടുത്തത് ഈ ലൈപാക്ഷി റീജിയൻ ആയിരുന്നു. ആ പെനുകണ്ട ഫോർട്ട് അതൊക്കെ വരുന്നതാണ്.
എല്ലാത്തിനും അപ്പുറം meters, turn right to stay on National Highway 544E. ഒരു ആർക്കിടെക്ചറൽ മാർബൽ എന്ന് പറയുന്ന ഒരു ഹാങ്ങിങ് പില്ലർ, നമ്മൾ അവിടേക്കൊക്കെ പോകുന്നത്. അതുപോലെ ഇന്ത്യയിലെ ഏറ്റവും വലിയ മോണോലിത്തിസ്, അല്ലെങ്കിൽ നമ്മുടെ കല്ലുകൊണ്ടുള്ള നന്ദിയുടെ പ്രതിമ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. എന്തായാലും രാമു ഇതിനു മുന്നേ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു, ഞാൻ വന്നില്ല. റിച്ചു, നീ വന്നിട്ടില്ലല്ലോ മുത്ത്? ഞങ്ങൾക്ക് രണ്ടുപേർക്കും പുതിയതാണ് ഈ കാഴ്ചകൾ. ഇത് റൈറ്റ് എടുക്കണം. Turn left toward Lepakshi Road, then turn right onto Lepakshi Road. ലെഫ്റ്റ് ആണോ? ഓക്കെ. Turn right onto Lepakshi Road. അത് അമ്പലം. അങ്ങോട്ടേക്ക് വേറെ അമ്പലം. നമ്മളിപ്പോ 2 കണ്ടിട്ടില്ല. ഓ ഇല്ല, പരുതിനെ കണ്ടോ അവിടെ? നമ്മളിപ്പോ വീഡിയോ അല്ല ഞാൻ പറഞ്ഞത്. Continue on Lepakshi Road for ഇവിടെ 800 meters. ജടായുണ്ട്. ഒന്നിടടാ. ഒന്നിലോ? അവിടുത്തെ ജടായുവിന്റെ പാദപാലുണ്ടോ? ഇത് ആൾക്കാരെ കാണാൻ പറ്റില്ല, നമ്മളിങ്ങനെ സൂം ചെയ്ത് കൊടുക്കും. ഇല്ല, അവിടെയാണ് നമ്മൾ ട്രെക്കിങ്ങിന് പോയത്. തുടർന്ന് നടക്കണം. കാരണം ഈ ലേപാക്ഷി എന്ന് പറഞ്ഞാൽ ഈ രാമായണവുമായിട്ട് ഇതിന് ബന്ധമുണ്ട്. സംഭവം എന്താ വെച്ചാൽ ഈ ജടായുവിന്റെ ചിറകരിഞ്ഞ് വീണത് ഇവിടെയാണെന്നും അവിടെ നിന്ന് ജടായുവിനോട് എണീറ്റ് പോ പക്ഷി ലേപാക്ഷി എണീറ്റ് പറക്കുമെന്ന് അങ്ങനെ തോന്നുന്നു മീനിങ്ങനെ പറയുന്നത്. നമ്മുടെ ചടയമംഗലത്തെ ജടായു എനിക്ക് അറിഞ്ഞൂടാ. എല്ലാവരോടത്തും ഓരോ സ്റ്റോറീസ്. ഇത് പരുന്താ, ഇത് ജടായു അല്ല. അല്ല, ജടായു ജടായുടോ? എണീറ്റ് പോന്ന് പറഞ്ഞോ? ആ രാമൻ അങ്ങനത്തെ സ്റ്റോറി ഉണ്ട്. ഓ ശരി. ഇത് 2 ചിറകുണ്ടല്ലോ. പക്ഷെ നമ്മുടെ ഒരു ചിറകേ ഉള്ളൂ ചടയമംഗലത്തിനകത്ത്. ലേപാക്ഷി ഗൈസ്, അപ്പോൾ നമ്മളുടെ ലേപാക്ഷി ടെമ്പിളിലേക്ക് എത്തിക്കഴിഞ്ഞു. അതെ, അത് അങ്ങോട്ടാ ലേപാക്ഷി, നമ്മുടെ പാർക്കിംഗ് ലോട്ട്. അങ്ങോട്ട് പോകുന്ന വഴിക്കുള്ള അവിടെ ആരോ എന്തൊക്കെയോ കത്തിക്കുന്നുണ്ട് ഗൈസ്. അതാണ് ഭയങ്കര പുകയാണ്. പിന്നെ ഇത് കണ്ട ഗൈസ്, ഇതാണ് അമ്പലത്തിലേക്കുള്ള വഴി. ഇവിടെ വാഷ്റൂമൊക്കെ ഉണ്ട്. പിന്നെ ഫ്രീ ആയിട്ട് തരുമോ വാഷ്റൂം? ജിപേ ചെയ്യുന്നുണ്ട്, ബാങ്കറുണ്ട്. യെസ്, നമ്മളുടെ ബാങ്കറിലേക്ക് നിങ്ങൾ നോക്കൂ. ബാങ്കർ നിങ്ങൾ കണ്ടോ മുട്ടനാടുകൾ കിടക്കുന്നത്? ഈ മുട്ടനാടുകളെയാണ് നമുക്ക് കറി വെച്ച് തരുന്നത്. ചെപ്പും ഹരിതാപം വണ്ടിക്ക് കൊണ്ടുവരണമല്ലേ, നമ്മൾ വണ്ടിയൊന്നും ഇങ്ങനെ കൊണ്ടുവന്നില്ല ഗൈസ്. അയ്യോ, കുരങ്ങന്മാരുണ്ട്. കുരങ്ങന്മാർ ഡേഞ്ചർ എന്നാണ് പറയുന്നത്. ഷൂ എടുത്തോണ്ട് പോകും കേട്ടോ. കുരങ്ങന്മാർ 2 കുരങ്ങന്മാർ ഇവിടെ വന്ന് ഈനാൻ ബേച്ച്. ഫുള്ള് പാറയാണത്. సేమ్ టు సేమ్. మోహన్గాడు కొత్తగా ఒక ఆచారం స్టార్ట్ చేసిండు. ഇവിടെ നമ്മൾ ചെരുപ്പ് ഊരിയിട്ടാണ് കേട്ടോ അകത്തോട്ട് വരുന്നത്. వాడికి ఏమిటంటే మా ఇంటి దగ్గర డూప్లెక్స్ ఇల్లు కడతాను కదా. ഞങ്ങൾ
അപ്പോൾ അമ്പലത്തിൽ നിന്ന് ഇറങ്ങി അമ്പലത്തിനകത്ത് ഷൂട്ട് ചെയ്യാൻ പോയില്ല. പക്ഷേ അവിടെ മെയിൻ വിഗ്രഹം വന്നിട്ട് വീരഭദ്ര സ്വാമിയായിരുന്നു. പിന്നെ മഹാദേവൻ്റെ രാമലിംഗം, ഹനുമാൻ ലിംഗം, അങ്ങനെ 2-3 വിഷ്വൽസ് ഉണ്ടായിരുന്നു. പ്രാർത്ഥനകൾ, അല്ലെങ്കിൽ രൂപങ്ങളുണ്ടായിരുന്നു. പിന്നെ ഭദ്രകാളി ഉണ്ടായിരുന്നു, പിന്നെ ദുർഗാദേവി ഉണ്ടായിരുന്നു, പിന്നെ പാർവതി ദേവി ഉണ്ടായിരുന്നു, രംഗനാഥ സ്വാമി ഉണ്ടായിരുന്നു, നാഗദൈവങ്ങളുണ്ടായിരുന്നു, ഗണേഷ് ഭഗവാൻ ഉണ്ടായിരുന്നു. പക്ഷെ അകത്തൊരു വല്ലാത്തൊരു വൈബാണ്. ചില ഏരിയാസ് അവർ ഭയങ്കര ലോക്ക് ചെയ്തു. അകത്ത് എന്താണെന്ന് അറിയത്തില്ല. നമുക്ക് അത് കാണാൻ പറ്റുന്നുണ്ട് എന്തൊക്കെയാണ്, പക്ഷെ നമുക്ക് കാണാൻ പറ്റത്തില്ല, അകത്തേക്ക് പോകാൻ പറ്റത്തില്ല. ഇനി ഇതേ ആർക്കിടെക്ചർ നോക്കി വല്ലാത്തൊരു വിഷ്വൽസാണ് ഇതൊക്കെ. പതി അതെ ഹാങ്ങിങ് പില്ലർ ഇവിടെ. ഇതാണ് നമ്മൾ കാണുന്ന ഈ ഹാങ്ങിങ് പില്ലർ. ഇതിൻ്റെ ഭൂമിയിൽ തൊട്ടില്ല എന്ന് നിൽക്കുക. അത് തൊട്ടിട്ടില്ല, വലിയ വലിയ ഗ്യാപ്പ് ഇല്ല. സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഈ ഈ പില്ലർ കൊണ്ട് അടിയിൽ മുട്ടുന്നുണ്ട്. ആൾക്കാർ തുണി വെച്ച് നോക്കുന്ന സമയത്ത് അടിയിൽ മുട്ടുന്നു. എനിക്ക് തോന്നുന്നു ആ കോണ കൊണ്ട് ഇവിടെ ഇരുന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. പക്ഷെ എന്തോ ഒരു വല്ലാത്തൊരു അത്ഭുതം അല്ലേ. ഒരു ആർക്കിടെക്ചർ മാറുമല്ലോടാ, പറയാണ്ടിരിക്കാൻ വയ്യോ അല്ലേ. ഇവിടെ ഇതൊക്കെ എത്ര നൂറ്റാണ്ടുകൾ മുന്നേ ചെയ്തെന്നറിയോ. ഇത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ്. ഓരോന്നും മറ്റേ ഈ വിജയനഗര സാമ്രാജ്യത്തിൻ്റെ ആ ഒരു ഇത്, വിജയനഗരം അവരാണ് റൂൾ ചെയ്തുകൊണ്ടിരുന്നത്, അവരുടെ ക്യാപിറ്റലാണെന്ന് തോന്നുന്നു. അവരുടെ മൊത്തം ഇതിലുണ്ട്. ഞാൻ അവരുടെ ആ ഒരു അജീവ്. പിന്നെ ഇത് എങ്ങനെ ചെയ്തു നോക്കി കണ്ടോ. ആ കൽമോട്ട് പോകുന്നുണ്ടോ പണ്ടത്തെ സിംഗിൾ തൂണാ. 10 പേര് പിടിച്ചായിരിക്കും ഇവിടെ കൊണ്ടുവെക്കും. 10 പേര് പിടിച്ചാൽ തീരെ കൂടെ എത്തൂലടാ. 10 പേരൊന്നും പിടിച്ചാൽ എത്തത്തില്ല. എങ്ങനെ കൂടെ വെച്ചാൽ ഒറ്റക്കല്ലാണ് ആടാ. പക്ഷെ പെയിന്റിങ്സ് ഒക്കെ ചീത്തയാട്ടോ. പെയിന്റിങ്സ് ഒക്കെ ചീത്തയായി. പിന്നെ നമ്മുടെയൊക്കെ നാട്ടിൽ രാഷ്ട്രീയക്കാലം വരെ ഉണ്ടാക്കുന്ന പാലം വരെ ബിൽഡിംഗ് ഒക്കെ 2 മാസം 2 വർഷങ്ങളിൽ പൊളിഞ്ഞ് വീഴുന്ന സമയമാവും. താഴെ കിടന്ന് നോക്കിയാലോ. താഴെ കിടന്നു. പക്ഷെ അത് അടി തട്ടുന്നുണ്ടല്ലേ. പക്ഷെ ഇപ്പം ഇപ്പം അതിരുന്നു. എനിക്ക് തോന്നുന്നു ഇതൊക്കെ ഒറ്റ കല്ലാട്ടാ ഫീൽ ചെയ്യുന്നത്. അറിയണ്ടേ ഇതൊക്കെ എങ്ങനെയായിരിക്കും ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ടാവുക രൂപങ്ങൾ. ശരിക്കും ഈ റോയൽ ഭരണകാലത്ത് ഇവർ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. ഇങ്ങനെ കയറ്റി കാണും ഇത്രയും. ആണോ സത്യോ. ഇതൊക്കെ എങ്ങനെ കയറ്റിയിട്ടുണ്ടോ. സ്തൂപമാണ് അല്ലെ, ഒരു രക്ഷയില്ല അല്ലയാ. ഇതൊരു സത്യത്തിൽ ഇതൊക്കെ ഒരു മിറാക്കിളാണ്. അതെ വീണയും അതും ഇതും വായിക്കുന്ന ഡാൻസസും ഇതൊക്കെ ക്ലീൻ ചെയ്തൊക്കെ എടുത്താൽ എന്ത് സംഭവിക്കുന്നു അറിയോ. പൊളിച്ചൊക്കെ ചെയ്തെടുത്ത് ഞാൻ ബ്യൂട്ടിഫുൾ എന്ന് തോന്നിയതൊക്കെ അവർ കൊത്തിവെച്ചു ആണ്. ഇത് പലരും ഇവിടുത്തെ ഇത് ദ്രാവിഡ ദൈവങ്ങളാണ്. തന്നെ ഇത് ദൈവങ്ങളാണ്. മറ്റേ നീ പറഞ്ഞ കറുപ്പൊന്നുമില്ല. കറുപ്പൊന്ന് പറയുന്നില്ല. ഇവിടെ വീരഭദ്രൻ. എനിക്ക് തോന്നുന്നത് ഒരു പഹാടിയെ കൊത്തിയെടുത്തേക്കുന്നതാണ്. ഒരു പാറക്കെട്ടില്ലേ. ഇനി ഒരുപാട് നടക്കാനുണ്ട്. അടുത്ത പെന്നുകൊണ്ട ഫോർട്ടാണ് നമ്മൾ പോകുന്നത്. ജഡായി കൊണ്ടിട്ട് പെന്നുകൊണ്ട ഫോർട്ട് ഇവിടുന്ന് 40 കിലോമീറ്റർ. അതിന്ന് തിരിച്ച് അവിടെ നിന്നൊരു ലേക്ക്. ചേട്ടാ ഇതെന്തോ അത്ഭുതം അവിടെ. അത് ഇരുന്നു കണ്ടോ. ഇത് ഹാങ്ങിങ് ബ്രിഡ്ജ് ഇരുന്നു. ഇവിടെ ഇതെന്തോ അവിടെ മറ്റേ ഹാങ്ങിങ് പില്ലർ ഉണ്ടല്ലോ, അവിടെ ഇരുന്ന് കഴിഞ്ഞു. അവിടെ ഇരുന്നു. ഇവിടെ ഒരു നന്ദിയുടെ പ്രതിമ എന്തുണ്ട്. ഒറ്റ പില്ലറല്ലേ ഉള്ളൂ. ഒറ്റ പില്ലറേ ഉള്ളൂ. അയ്യോ
ഇതൊക്കെ ഇവിടെ കുഴികൾ എന്തോ വിചാരിച്ചാൽ സമ്മറിൽ വരാൻ പറ്റൂല, അറിയോ? സമ്മറിൽ ഇവിടെ വരാൻ പറ്റില്ല. സമ്മറിൽ വന്നാൽ കാല് പൊള്ളും. ആ ഇതേ നമുക്ക് കയറാൻ പറ്റില്ല. എന്നെ പറയാ കുഞ്ഞുങ്ങൾ, നീ എന്താ കുഞ്ഞാണോ? ഓ ഒരു പരുന്ത്. ഇതിപ്പം ഇവിടെ നന്ദിയുടെ ഉണ്ടായിരുന്നല്ലോ, അതെന്തിയുടെ? ഇല്ല, ഇതിനകത്ത് വേറൊരു വലിയ, ഇവിടെ വേറൊരു വലിയ നന്ദി ഉണ്ടോ? ഒത്തിരി ഒരു അത്ഭുതങ്ങൾ നിറഞ്ഞ പ്ലേസാണ്. റിച്ചാർഡിൻ്റെ ഗാനമേള. ഞാനും രാമും കൂടി കയറാം. ഇനി കഴിഞ്ഞു ഇനി നന്ദീശ്വരൻ്റെ പ്രതിമ ഇവിടെ ഉണ്ടെന്നാണ് പറയുന്നത്. ഇവിടെയാണോ എവിടെയെന്നല്ല, ഒന്ന് വട്ടം ചുറ്റി പോയി നോക്കാം. പക്ഷേ ഇതാണ് മറ്റേ പണ്ട് രാജാവ് ഇവിടെ ഇരുന്ന സ്ഥലം ഇതാണെന്ന് തോന്നുന്നു. ആ തൻ്റെ ഇവിടെ ആയിരിക്കും രാജാവ് ഇരുന്നിട്ടുണ്ടാവുക, അല്ലെങ്കിൽ രാജശാസനം പറഞ്ഞിട്ടുണ്ടാവുക. മതിയോ? എനിക്ക് ഇടികൊള്ളാൻ വയ്യ ഇവിടുന്ന്. ശരിക്കും പറഞ്ഞാൽ പൂർ മെയിൻ്റനൻസ് കൃത്യമായിട്ട് കാണുന്നത്. വളരെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന സ്ഥലമായിട്ടൊന്നും എനിക്ക് പണ്ടൊരു രാജ്യത്തിൻ്റെ ക്യാപിറ്റലായിരുന്ന സ്ഥലം എന്ന് പറഞ്ഞു. തീ തന്നെ ഹനുമാൻ്റെ എന്തുവാ? ജമ്പനും തുമ്പനും പാടാ വെച്ചേ. നമുക്ക് അംഗം വെട്ടാം. വാ എടുത്തന്നെ വെച്ച് പാടാം. നമുക്ക് അംഗം വെട്ടാം. ഇവിടെ അംഗം വെട്ടണം. ഈശ്വര, ഇതെന്തോ ഇത്. രണ്ടുപേരും ചത്തു. എനിക്ക് വളച്ചിട്ടാ. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ എന്താ പറയുക, അമ്പലത്തിൻ്റെ വ്യൂ കഴിഞ്ഞ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങാൻ പോവുക. ഇവിടുത്തെ അമ്പലത്തിൻ്റെ അകത്ത് ദർശനത്തിന് നമുക്ക് എടുക്കാൻ പറ്റത്തില്ല. ഇവിടെ കുരങ്ങന്മാർ ഒത്തിരി ഉണ്ട്. എല്ലാ റിച്ചാർഡ് ബന്ധുക്കാരാണ്. ഹലോ, ഞങ്ങളിങ്ങനെ അമ്പലത്തിൽ നിന്ന് തൊഴുത് പുറത്തിറങ്ങിയിരിക്കുകയാണ്. ചേട്ടൻ അവിടെ എന്തോ പുരാണം കേട്ടോണ്ടിരിക്കാം. ഓ, അത് പറഞ്ഞപ്പോഴത്തെ ചെരുപ്പിട്ടില്ലല്ലോ. റിച്ചു എങ്ങോട്ട് പോയെന്നോ? ഒരു മിന്നായം പോലെ കണ്ടായിരുന്നു.
അടിച്ചില്ല. പക്ഷെ മണി അടിച്ചോ, നമുക്ക് അടിക്കാൻ പറ്റില്ലല്ലോ. നമ്മൾ അടിച്ചില്ല.